ഹായ്, ഞാനിങ്ങനെ ഇവിടെ പാർക്കിങ്ങിലിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പോൾ ഒരു ചേച്ചി പോയി അതിനോട് സംസാരിച്ചു. ചേച്ചി പറയണേ, ചേച്ചി എന്നല്ല, ഒരുവിധ ആളുകളോടൊക്കെ ഞാൻ എന്താ വെച്ചാൽ ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവുമല്ലോ. ഓരോ കാര്യങ്ങളൊക്കെ ചിലപ്പം നമ്മളോട് പറയും. എന്താ വിശേഷം ചേച്ചി, സുഖമല്ലേ? സുഖമാണ് മോളെ, കുറച്ച് കടമുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം എല്ലാ മനുഷ്യർക്കും കട. അതെന്താ ഈ കടം വരാൻ കാരണം? ഏത് മനുഷ്യരോട് ഇന്നാളെ ഇവിടെ ചേതിമേ ഈ ഇവരില്ലേ, എന്താ അതിന് പറയും, കർണാടകക്കാർ കിടക്കുക. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ച ഒരു റൂം എടുത്തുകൂടെ, നിങ്ങൾക്ക് ഇങ്ങനെ ചേതിമ കിടക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണേ, ചേച്ചി ഞങ്ങൾക്ക് നാട്ടിൽ കടമുണ്ട്, അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പൈസ അങ്ങോട്ട് അയക്കണം. ഏതൊരാൾക്കും കട, കൂലിപ്പണി എടുക്കുന്നവർക്ക് ഇസാഫ്, പിന്നെ കുടുംബശ്രീ അങ്ങനെ കടം, അല്ലാത്തവർക്ക് ബാങ്ക്, മൊത്തത്തിൽ കട. ഈ കടമൊക്കെ കയറിയിട്ട് മനുഷ്യരെന്താവും, ലാസ്റ്റ് ടെൻഷൻ കയറി അസുഖം വരും. അപ്പം എന്താവും, ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെയും കടാവും. ഞാനൊരു ഡ്രസ്സ് വാങ്ങി 200 രൂപ, നല്ല തുണിയാണ്, കുറേ കാലം യൂസ് ചെയ്യാം. ഡ്രസ്സൊക്കെ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പുറത്ത് ചെന്നിട്ട് ഞാൻ ഫ്രൂട്ട്സിന് വില വെച്ചപ്പോൾ അതിലും കൂടുതൽ. ഫ്രൂട്ട്സൊക്കെ നമുക്ക് കുറേ കാലമല്ല, ഒരു നേരത്തിനുള്ളൂ എന്ന് പറയണം. പിന്നെ ഇറച്ചി മീനും പറയണ്ട. അപ്പോൾ നമുക്ക് നിത്യ ഉപയോഗ സാധനങ്ങളില്ലേ, നമ്മൾക്ക് അതില്ലാതെ പറ്റില്ലല്ലോ. നമ്മൾ ജീവൻ നിലനിർത്തുന്ന സാധനങ്ങളല്ലേ, അതിന് റേറ്റ് കുറയൂലേ. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കടത്തുനിന്ന് ആളുകൾ രക്ഷപ്പെടും തോന്നുന്നേ. എനിക്കറിയില്ല, അറിഞ്ഞത് പറഞ്ഞെന്നുള്ളൂ.